അങ്ങനെ 10 ദിവസത്തെ അനിശ്ചിതാവസ്ഥയ്ക്കൊടുവിൽ 11ാം നാൾ മുഖ്യമന്ത്രിയായിരിക്കുന്നു. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശന്റെ പേര് ഇന്ന് പ്രഖ്യാപിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇനി നടക്കാനിരിക്കുന്നത് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗമാണ്. 4 മണിക്ക് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ചേരും. യോഗത്തിന് ശേഷം സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദവുമായി നേതാക്കൾ ഗവർണറെ കാണും. KPCC ആസ്ഥാനത്തെത്തിയ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് വൻ വരവേൽപ്പാണ് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ നൽകിയത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ചേർന്നാണ് നിയുക്ത മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത്. ആ ദൃശ്യങ്ങൾ കാണാം. ആദ്യം ക്യാമറ പുറകിലോട്ട് കേട്ടോ. അനുജ, എന്തായാലും 10 ദിവസത്തെ കാത്തിരിപ്പ് അണികൾക്കിടയിൽ പോലും വലിയ അസംതൃപ്തി, അമർഷമൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഒരു വേള ആ പ്രതിഷേധങ്ങൾ പോലും തെരുവിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു. അതിന് പിന്നാലെ അവർ കാത്തിരുന്നത് പോലെ വി ഡി സതീശൻ എന്ന പേരിലേക്ക് എത്തുന്നതിന്റെ സന്തോഷ പ്രകടനം കൂടിയാണ് AICC ആസ്ഥാനത്തടക്കം കാണുകയും ചെയ്തത്. അതെ, വലിയ ആഹ്ലാദ പ്രകടനം നടക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ കേരള ഹൗസിൽ പായസ വിതരണം നടക്കുന്നുണ്ട്. NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ പായസം വിതരണം ചെയ്യുന്നു എന്ന വാർത്ത ഡൽഹിയിൽ നിന്നും വരുന്നുണ്ട്. നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്ക്. ഹാഷ്മി, ഇനി നടക്കാനിരിക്കുന്നത് CLP യോഗമാണ്. അത് 4 മണിക്ക് തുടങ്ങും എന്നാണ്. ആ തരത്തിലേക്ക് തന്നെ അവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടോ? പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ഇവിടെ KPCC ആസ്ഥാനത്ത് തുടരുകയാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. അല്പസമയത്തിനകം CLP പാർട്ടി യോഗം, കോൺഗ്രസ് ദേശീയ പാർട്ടി യോഗം ചേരാൻ പോകുന്നുണ്ട്. MLA-മാരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ അതിൽ പങ്കെടുത്തതിന് ശേഷം കേൾക്കാൻ്റെ വസതിയിലേക്ക് അടക്കം പോവുക. ഒരുപാട് നൂറുകണക്കിന് പ്രവർത്തകർ വി ഡി സതീശനെ കാത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട്, രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും തുടരുന്നു. അല്പസമയത്തിനകം അങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ പോകുന്നു വി ഡി സതീശൻ. അതിനുശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളോട് ഒരിക്കൽ കൂടി സംസാരിച്ചേക്കുമെന്നും കേൾക്കുന്നുണ്ട്. നമുക്കറിയില്ല. എന്തായാലും വലിയ ആവേശം ഇവിടെ KPCC ആസ്ഥാനത്ത് പ്രവർത്തകരുടെ വലിയ ആവേശം എന്ന് പറഞ്ഞാൽ ചെറുതല്ലാത്ത വലിയ ആവേശം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഇരട്ടി മധുരമാണ്. 10 വർഷത്തിന് ശേഷം അധികാര വരൾച്ചയ്ക്ക് പുറത്തു നിന്ന് അധികാരത്തിലേക്ക് അവർ തിരിച്ചു വരുന്നു. 102 എന്നുള്ള ഒരു മഹാവിജയം സമ്മാനിക്കുന്നു. അതിനുശേഷം അവർ ഇഷ്ടപ്പെട്ട നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരുന്നു എന്നുള്ള ഇരട്ടി മധുരം അവിടെ നിൽക്കുന്നു. അല്പസമയത്തിനും CLP പാർട്ടി മീറ്റിംഗ് ആണ്. CLP പാർട്ടി മീറ്റിംഗിന് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണറെ കാണാൻ പോകുന്നു. സർക്കാർ ഉന്നയിക്കാൻ അവകാശവാദം ഉന്നയിക്കാൻ പോകുന്നു. ഈ ചേട്ടൻ രാവിലെ വന്നാണ്. ഈ ചേട്ടൻ രാവിലെ നമ്മളിവിടെ 5:30 6 മണിക്ക് വരുമ്പോൾ തന്നെ ചേട്ടനെ കണ്ടാണ്. ഇപ്പോൾ ഇതുവരെ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ചേട്ടൻ ആഗ്രഹം പോലെ വി ഡി സതീശൻ മുഖ്യമന്ത്രി അല്ലേ? രാവിലെ വന്ന് നിൽക്കുമല്ലോ. നമ്മൾ 6 മണിക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ തോന്നലെന്താ? മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ഒറ്റ താല്പര്യം. അതെ, ഒറ്റ താല്പര്യം ഉണ്ടായിരുന്നു. ചേട്ടൻ 5:30 6 മണി മുതൽ ഇവിടെ നമ്മൾ വന്ന സമയത്ത് തന്നെ ആദ്യം വന്ന കോൺഗ്രസ് പ്രവർത്തനമാണ് KPCC ആസ്ഥാനത്തേക്ക്. അപ്പോൾ അങ്ങനെ പിന്നെ നൂറുകണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ ചിലപ്പോൾ ഒരു പക്ഷേ വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിച്ചേക്കാം. KPCC ആസ്ഥാനമാണ്. KPCC ആസ്ഥാനത്തേക്ക് വരുന്ന മുഖ്യമന്ത്രിയായിട്ട് വി ഡി ആദ്യമായിട്ട് വരുന്നു. അതിൻ്റെ ആവേശം അവിടെയുണ്ട്. പ്രധാനപ്പെട്ട MLA-മാരൊക്കെ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. സേനാപതി വേണു അടക്കമുള്ള MLA-മാർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ചില ചർച്ചകൾ അവിടെ നടത്തുകയാണ്. നമുക്കറിയാം MLA-മാർ സ്വീകരിച്ച നിലപാട്, അവർ ആർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്ന് PC വിഷ്ണു അടക്കമുള്ളവർ അതിനകത്തുണ്ട്, അതിനുള്ളിലുണ്ട്. അപ്പോൾ അവർ ആർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചാലും അത് കഴിയുമ്പോൾ പിന്നെ UDF-ന്റെ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒറ്റക്കെട്ടാണ് എന്നാണ് വെപ്പ്. ഇനി അതിനപ്പുറം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് ഭരണത്തിന് വരുന്ന ആളുകൾ കണ്ടറിയേണ്ടതാണ്. എന്തായാലും വി ഡി സതീശൻ പറഞ്ഞത് രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാലിന്റെയും ഒക്കെ തികഞ്ഞ പിന്തുണയോടെ ഭരണം കാഴ്ചവെക്കും എന്നുള്ളതാണ് അധികാരമേറ്റ വി ഡി സതീശൻ ആദ്യമായി പറഞ്ഞത്. ഇങ്ങോട്ടേക്ക് നേതാക്കൾ ആ വഴി ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നതാണ്. KPCC ആസ്ഥാനത്തിന് അടുത്ത വഴിയിലാണ് നേതാക്കൾ ഇറങ്ങിയത്. നമസ്കാരമുണ്ട് ചേട്ടാ. നമസ്കാരം. അല്പസമയത്തിനും നേതാക്കൾ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരുപക്ഷെ മാധ്യമങ്ങളോട് സംസാരിച്ചേക്കും എന്ന് കേൾക്കുന്നുണ്ട്. നിലപാടിന്റെ വിജയം എന്ന് തന്നെയാണ് ഉറപ്പായും നേതാക്കൾ പ്രവർത്തകർ മഹാവിജയത്തോട് പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ സണ്ണി ജോസഫ് പൊന്നാടി എണീച്ച് ആദരിച്ചു. അതിനുശേഷം ഒരു മധുര വിതരണം ഉണ്ടായിരുന്നു. അതിനുശേഷം MLA-മാരുമായി ചർച്ച. അത് കഴിഞ്ഞ് ഇപ്പോൾ KPCC ആസ്ഥാനത്ത് മീഡിയ റൂമിലേക്ക് വരികയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വലിയ ഇപ്പോൾ ഈ മീഡിയ ആസ്ഥാനത്ത് മീഡിയ പ്രവർത്തകർ മാത്രമല്ല ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.